ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യം. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു വചനമായിട്ട് അല്ലേ, എപ്പോഴും നമ്മളൊക്കെ വേദനിച്ചിരിക്കുന്ന നിമിഷം എന്താണെന്നറിയാം, നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് അല്ലേ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏകാന്തതയുടെ നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വേദന നിറഞ്ഞ നിമിഷം എന്ന് പറയുന്നത്. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ആരും സഹായിക്കാനില്ലാതെ എല്ലാവരും തള്ളിപ്പറഞ്ഞ് ഒറ്റപ്പെടുത്തി കടന്നു പോകുന്ന നിമിഷങ്ങളിൽ എത്രയോ നമ്മൾ കരഞ്ഞിട്ടുണ്ടല്ലേ. ദൈവസന്നിധിയിൽ പലപ്പോഴും വന്നിരുന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം, ദൈവമേ, എന്തുകൊണ്ടാണ് ആരും എന്നെ മനസ്സിലാക്കാതെ പോയത്? എത്രയോ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ കരഞ്ഞു ചോദിച്ചിട്ടുണ്ടല്ലേ. അവിടെയാണ് ഈ ഒരു വചനം എൻ്റെ ദൈവം എനിക്ക് നൽകുന്നത്. നിനക്ക് വേണ്ടത് അറിയുന്ന, നിന്നെ മനസ്സിലാക്കുന്ന, നിന്റെ ഒപ്പമുള്ള ഒരു ദൈവം നിനക്കുണ്ട്. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും, നിന്നെ തള്ളിപ്പറയാതെ ഉള്ളം കയ്യിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, സ്നേഹമുള്ളവരെ, ആ ദൈവം എനിക്കുണ്ട്. എന്തിനാണ് ഞാൻ ജീവിതത്തിൽ പിന്നീട് നിരാശപ്പെടുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ആവശ്യങ്ങൾ എന്നേക്കാൾ നന്നായിട്ട് കൃത്യമായിട്ട് എൻ്റെ ദൈവത്തിനറിയാം. അവൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് കൃത്യമായിട്ട് പ്രദാനം ചെയ്യും. ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ഈ ബോധ്യമുള്ളവൻ ഒരിക്കലും നിരാശപ്പെടത്തില്ല. അവനോട് ഈശോ പറയുന്ന ഒരേ ഒരു കാര്യം എന്താ? നീ ദൈവിക കാര്യങ്ങളിൽ വ്യാപരിക്കേ. ദൈവകാര്യത്തിന് നിന്റെ ജീവിതത്തിലെ പ്രാധാന്യം കൊടുത്താല് നിന്റെ ജീവിതത്തിലെ ഭൗതികമായ ആവശ്യങ്ങളിൽ നിന്റെ ദൈവം നിന്നെ സഹായിക്കും. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഇന്ന് എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? പലപ്പോഴും നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത് ഭൗതികമായ ജീവിതം അല്ലെ. ഈ ഭൂമിയിൽ എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം, എല്ലാ സുഖ സൗകര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ, അതിന് വേണ്ടുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എത്ര വേണമെങ്കിലും ത്യാഗം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കും. കാരണം ഈ ഭൂമിയിലെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ഇവിടെയാണ് വചനം പറയുന്നത്, മോനെ, നീ ദൈവിക കാര്യങ്ങളിൽ ദൈവത്തെ സ്നേഹിച്ച് അവന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടത് നിന്നേക്കാൾ നന്നായിട്ട് അറിയുന്ന നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം. അവനെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട്, അവന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട്, ജീവിതത്തിൽ നിരാശപ്പെടാതെ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവന്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ള പ്രത്യാശയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.